ഉത്തര കേരളത്തിലെ മലവാര ദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാടിൻ്റെ അതിദേവതയാണ് കരിനീലി എന്ന സങ്കല്പം. ഈ കരിനീലി എന്ന ദേവതാഭാവത്തിൻ്റെ സന്താനങ്ങളായി 400-ൽ 10 കുറെ ചാത്തന്മാർ എന്ന ഒരു കഥാതന്തു കാണുന്നുണ്ട്. 400-ൽ 10 കുറെ എന്ന് പറഞ്ഞാൽ 390 ചാത്തന്മാരുടെ മാതാവായിട്ട് നീലിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള കഥാഗതികൾ ഉത്തര കേരളത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ 390 ചാത്തൻ സങ്കല്പങ്ങളിൽ പ്രധാനിയും മൂത്ത ആളെന്നുള്ള സങ്കല്പത്തിൽ വരുന്നതുമാണ് കരിങ്കുട്ടിച്ചാത്തൻ. ആ ദേവതാഭാവമാണ് ചാത്തൻ സ്വാമി എന്ന പേരിൽ നമ്മൾ വിപുലമായി ആരാധിച്ചു പോന്നിരുന്ന ദേവതാഭാവം. പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി സഞ്ചരിക്കുന്ന ദേവതയായിട്ടാണ് ചാത്തൻ സ്വാമിയെ സങ്കല്പിച്ചിരിക്കുന്നത്. കാടിൻ്റെ അധിപനും കുലങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും കൃഷിയിടത്തെ സംരക്ഷിക്കുന്നവനും വംശപരമ്പരയെ പരിപാലിച്ചു പോകുന്നതിനും തങ്ങളുടെ ഭക്തജനവർഗത്തെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ആളുമായി ചാത്തൻ സ്വാമിയെ അന്നും ഇന്നും ഭക്തന്മാർ വിശ്വസിച്ചു പോരുന്നു.